السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം അൽ അംബിയാ, അതിലെ 94-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ഫമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ, ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഫലാ കുഫ്രാന ലിസഈഹി, അവന്റെ ആ പ്രയത്നത്തിന്റെ ഫലം നിഷേധിക്കപ്പെടുകയേയില്ല. വ ഇന്നാ ലഹു കാത്തിബൂൻ, തീർച്ചയായും അവരുടെ ആ പ്രവർത്തനങ്ങൾ നാം രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ഇതാണ് ആ വചനത്തിന്റെ സാരം. അധ്യായത്തിന്റെ പേര് അൽ അംബിയ എന്നാണെന്ന് പറഞ്ഞു. ആ അധ്യായത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനവധി പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിക്കുകയും ആ പേരുകൾ പരാമർശിച്ചുകൊണ്ട് വളരെ സംക്ഷിപ്തമായി, വളരെ സംക്ഷിപ്തമായിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ, പ്രബോധന ഐക്യവും അവരുടെ ജീവിതത്തിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, മാറാരോഗത്തിന് വിധേയനായപ്പോൾ
പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഉൾക്കൊണ്ടാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുക. ഏതാണ്ട് 48-ാമത്തെ വചനം മുതൽ 91-ാമത്തെ വചനം വരെ പ്രവാചകന്മാരുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് 92-ാം വചനത്തിൽ അവരുടെ പ്രബോധനത്തിന്റെ ഐക്യവും അവരെന്താണ് അവരവരുടെ ജനങ്ങളോട് പറഞ്ഞതെന്നും പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്താണ് എന്നും ഒക്കെ ഒറ്റ വാചകത്തിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ. നിങ്ങളുടെ ഈ സമുദായം, ഇതാണ് നിങ്ങളുടെ സമുദായം, ഒറ്റ സമുദായം, ഞാൻ നിങ്ങളുടെ റബ്ബ്, എനിക്ക് മാത്രം നിങ്ങൾ ആരാധന ചെയ്യുക. വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ് ആ ഒറ്റ വചനം ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിച്ചു വരുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്തു വന്നതിന് ശേഷം വളരെ ചുരുങ്ങിയ രൂപത്തിൽ 90-ാമത്തെ വചനത്തിൽ, അംബിയായിലെ തന്നെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നല്ല കാര്യങ്ങളിൽ, ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ, ഉത്തമമായ കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. വയദ്ഊനനാ റഗബൻ വറഹബൻ, നമ്മളോട് ഭയത്തോടെയും അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെയും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു അവർ. വകാനൂ ലനാ ഖാശിഈൻ, ആ പ്രവാചകന്മാർ നമ്മളോട് അങ്ങേയറ്റം വിനയം കാണിക്കുന്നവരും താഴ്മ കാണിക്കുന്നവരുമായിരുന്നു എന്നാണ് അവരുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് പറയുന്നത്. 3 ഗുണങ്ങളാണ് പറഞ്ഞത്. 1, നന്മകളിൽ ധൃതി കൂട്ടുന്നവർ. 2, അള്ളാഹുവിനോട് മാത്രം പ്രതീക്ഷയോടെയും ഭയപ്പാടോടും കൂടി പ്രാർത്ഥിക്കുന്നവർ. 3, അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്മയും വിനയവുമുള്ളവർ. ഇതെന്തിനാണ് നമുക്ക് പറഞ്ഞു തന്നത്? ഈ 3 സ്വഭാവ ഗുണങ്ങളും ആ പ്രവാചകന്മാരുടെ പിൻഗാമികളായി വന്നിട്ടുള്ള നമുക്കും ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും ആ സ്വഭാവ ഗുണമുള്ളവരായി തീരേണ്ടതുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും എന്നാൽ ആ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ചിരുന്ന നന്ദികേടും അനുസരണക്കേടും നിമിത്തം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ശാപകോപങ്ങളും നിന്ദ്യതകളും ഒക്കെ പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇംറാനിൽ പ്രത്യേകിച്ച്. എന്നിട്ട് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പോരായ്മകളും നിന്ദ്യതകളും അവഹേളനങ്ങളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നു, എല്ലാവരും ഒരുപോലെയായിരുന്നില്ല. ലൈസു സവാഅ, അവരെല്ലാവരും ഒരേപോലെ ആയിരുന്നില്ല, എല്ലാവരും ഈ രൂപത്തിലായിരുന്നില്ല. പിന്നെയോ മിൻ അഹ്ലിൽ കിതാബ്, ആ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഉണ്ടായിരുന്നു ഉമ്മത്തുൻ ഖായിമ, നേർമാർഗത്തിൽ ഉറച്ചു നിന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. യത്ലൂന ആയാത്തില്ല ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ, അവർ നമസ്കരിക്കുന്നവരായിരിക്കെ രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നവരായിരുന്നു. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വയഉമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നല്ല കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്നവരുമായിരുന്നു. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പ്രശംസിച്ചു പറയുന്ന ആ ഗുണഗണങ്ങളിൽ നമ്മൾ കാണുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ആ ഗുണങ്ങളിൽപ്പെട്ട നന്മകളിലേക്ക് ധൃതി കാണിക്കുക എന്ന ഭാഗം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ യഫ്അലൂ മിൻ ഖൈരിൻ, അവര് സജ്ജനങ്ങളിൽപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, വമാ യഫ്അലൂ മിൻ ഖൈരിൻ ഫലൻ യുക്ഫറൂഹു, അവരിൽ നിന്ന് തന്നെ ആരെങ്കിലും ഖൈർ ചെയ്യുകയാണ് എങ്കിൽ
നന്മയായി ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അവരുടെ പ്രതിഫലത്തോടും ഈ പറഞ്ഞതുപോലെ ഒരു നന്ദികേടോ അല്ലെങ്കിൽ ഒരു നിഷേധമോ അംഗീകരിക്കാതിരിക്കലോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു മുത്തഖീങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ എത്രയോ സ്ഥലങ്ങളിലാണ് നന്മകളെക്കുറിച്ച് ചിന്തിക്കാനും നന്മകളിലേക്ക് കൂടുതൽ ജാഗരൂകരാകാനും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, മൊത്തത്തിൽ നമ്മളോടെല്ലാവരോടും അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നന്മകളിലേക്ക് മുന്നിട്ടിറങ്ങണം, നല്ല കാര്യങ്ങളിലേക്ക് ഖൈറുകളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങണം. ഐനമാ തകൂനു യഅതി ബിക്കും ജമീഅ, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി നിങ്ങളെ എല്ലാവരെയും അള്ളാഹു കൊണ്ടുവരും, അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എന്നുണർത്തുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം അതിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സ്വഭാവ ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ, ഒന്ന്, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ട് നടുങ്ങുന്നവരായിരിക്കും അവർ, അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കും അവർ, അവരുടെ രക്ഷിതാവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ ജീവിക്കുന്നവരായിരിക്കും അവർ, അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതെന്തോ ധനത്തിൽ നിന്ന് എന്ത് നൽകിയോ ആ ധനത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നുള്ള ഭയത്തോടുകൂടി ധനം ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മകളിലേക്ക് ധൃതി കൂട്ടുന്നവർ, വഹും ലഹാ സാബിഖൂൻ, ആ നന്മകളിൽ മത്സരിച്ച് മുന്നിലെത്തുന്നവർ അവരായിരിക്കും എന്ന് പറയുന്നു. ഇവിടെയും പരാമർശിച്ചത് യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന പ്രയോഗമാണ്. ഇനി അതുപോലെ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം അള്ളാഹു അനന്തരമാക്കി നൽകി ആർക്ക്? അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്തവർക്ക്, അതിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ നമ്മളാണല്ലോ. അതായിരിക്കാം ആ പ്രയോഗം. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവരായ ആളുകൾക്ക് ഈ ഗ്രന്ഥം നാം അനന്തരാവകാശമായി നൽകി. എന്നിട്ട് ആ ഖുർആൻ ലഭ്യമായവരുടെ സ്വഭാവത്തെ 3 രൂപത്തിലാണ് അള്ളാഹു വിലയിരുത്തുന്നത്. ഒന്ന്, ഫമിൻഹും ളാലിമുൽ ലിനഫ്സി, ഖുർആൻ അങ്ങനെ അവിടെ ഉണ്ട്, ഈ ഗ്രന്ഥം അങ്ങനെ അവിടെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവർ അവരോട് തന്നെ അക്രമം കാണിച്ചുകൊണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ. വമിൻഹും മുഖ്തസിദ്, അവരിലുണ്ട് മിതത്വം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. വമിൻഹും, അവരിലുണ്ട് സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുൻകടന്നു വരുന്നവരുണ്ട് അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി. എന്നിട്ട് പറയുന്നു, അതാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. ഏത്? നന്മകളിലേക്ക് മുൻകടന്നു വരാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്നെടുത്തു പറയുന്നു. അപ്പൊ നന്മകൾ ചെയ്യുകയും നന്മകളിലേക്ക് മുൻകടക്കാനുള്ള പ്രചോദനം നൽകുകയും നന്മകളുടെ പട്ടിക ഏതൊക്കെയാണ് എന്ന് സുവ്യക്തമാക്കി തരികയും ചെയ്തു തന്നത് ആ നന്മകൾ അനുഷ്ഠിക്കാനാണ്. ആദ്യം ഫസ്റ്റിൽ ഞാൻ ഏറ്റവും ആദ്യം ഓതിവെച്ച സൂറത്തുൽ അംബിയായിലെ ആ വചനത്തിൽ അവസാനത്തൊരു വരിയുണ്ട്, വഹും ലഹാ കാതിബൂൻ, അത് എഴുതി വെക്കുന്നവരാണ്, രേഖപ്പെടുത്തുന്നവരാണ് നന്മകൾ. എന്ത് നന്മ ചെയ്യുന്നുവോ ആ നന്മ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. രേഖപ്പെടുത്തപ്പെടുക മാത്രമല്ല, അത് അള്ളാഹുവിലേക്ക് എല്ലാ ദിവസങ്ങളിലും ഉയർത്തപ്പെടുന്നുണ്ട്. അള്ളാഹുവിലേക്ക് എല്ലാ ദിവസങ്ങളിലും ഉയർത്തപ്പെടുന്നുണ്ട്. ആഴ്ചകളിൽ ഒരു ദിവസം ഉയർത്തപ്പെടുന്നുണ്ട്, വർഷത്തിൽ ഒരു ദിവസം ഉയർത്തപ്പെടുന്നുണ്ട്. അതൊക്കെ നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എല്ലാ ദിവസവും മലക്കുകൾ രാത്രിയിലും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അവർ മാറി മാറി വരുന്ന സമയം, അവർ ഒരുമിച്ച് കൂടുന്ന സമയം സുബഹി നമസ്കാരത്തിന്റെ സമയത്തും അസർ നമസ്കാരത്തിന്റെ സമയത്തുമാണ്. അങ്ങനെ ഇറങ്ങി വരുന്നവർ കയറിപ്പോകുന്നു അസറിന് വന്നവർ കയറിപ്പോകുന്നു ഫജറിന്. അപ്പൊ ഫജർ നമസ്കാരവും അസർ നമസ്കാരവും നിർവഹിക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും ആ മലക്കുകൾ നമ്മളെക്കുറിച്ച് അള്ളാഹുവിനോട് നമ്മുടെ അമലുകളെ കുറിച്ച് പറയുക? ഫജർ നമസ്കരിക്കാതെ സുഖമായി കിടന്നുറങ്ങുന്ന നമ്മൾ, ആ മലക്കുകൾ നമ്മളെക്കുറിച്ച് എന്തു പറയും?
അസർ നമസ്കരിക്കാത്ത നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ആ മലക്കുകൾ അങ്ങനെ കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുമത്രേ, അള്ളാഹുവിനറിയാം നമ്മൾ എന്താണ് ചെയ്തത്. ഫജ്ർ നമസ്കരിക്കുകയായിരുന്നോ, ഉറങ്ങുകയായിരുന്നോ, അസർ നമസ്കരിച്ചോ, ഉറങ്ങുകയായിരുന്നോ, ഇതൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ടും അറിയാം. ആ മലക്കുകൾ നമുക്ക് സാക്ഷിയാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ. എന്നിട്ട് അവരോട് ചോദിക്കുമത്രേ, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ എങ്ങനെയാണ് നിങ്ങൾ ഒഴിവാക്കി വന്നത്, ഏത് രൂപത്തിലാണ് അവരെ നിങ്ങൾ അഭിമുഖീകരിച്ചത്, സമീപിച്ചത് എന്ന് പറയുമ്പോൾ ആ മലക്കുകൾ പറയുമത്രേ, തറക്കിനാഹും വഹും യുസല്ലൂൻ വാതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്, ഞങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് സാക്ഷിത്വമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കിട്ടേണ്ടത്? കിട്ടുമോ? അത് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുന്നവർക്കേ ആ അമലുകൾ ആ രൂപത്തിൽ അങ്ങോട്ടെത്തുകയുള്ളൂ എല്ലാ ദിവസവും. ഇനി എല്ലാ ആഴ്ചകളിലും അമൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അമലുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തിങ്കളും വ്യാഴവും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതാണ് ആഴ്ചയിൽ ഒന്ന് എന്ന് പറഞ്ഞത്. ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നുണ്ട് നമ്മുടെ അമലുകൾ, പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ അമലുകൾ. അപ്പൊ ആ അമലുകൾ ഖൈറാത്തായി മാറണം, ഖൈറായി മാറണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ വർഷത്തിലൊരിക്കൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. ആ ശഅബാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും. ശഅബാൻ മാസം ഏറ്റവും ശ്രേഷ്ഠമായ റമളാൻ മാസത്തിന്റെ മുഖവുരയാണ്, അല്ലെങ്കിൽ കവാടമാണെന്ന് നമുക്ക് പറയാം. വരാനിരിക്കുന്ന മാസത്തിന്റെ അതിശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ആ ശ്രേഷ്ഠതകൾ നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒന്ന് ഒരുങ്ങുകയും ചെയ്യാനുള്ള സന്ദേശമാണ് ശഅബാനിലൂടെ നൽകുന്നത്. അത് നമുക്ക് കാണാം ഹദീസുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിർബന്ധ നോമ്പാണെന്ന് ആരും വിചാരിക്കേണ്ട. റമളാനിലെ നോമ്പ് മാത്രമാണ് നിർബന്ധമായ നോമ്പ്. ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു ധാരാളമായി. ശഅബാൻ മാസം മുഴുവനും അനുഷ്ഠിച്ചു എന്ന് നമ്മൾ വിചാരിക്കേണ്ട, കരുതുകയും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ ഞാൻ കാണുന്നുണ്ടല്ലോ അങ്ങയെ ശഅബാൻ മാസത്തിൽ ഒരുപാട് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ് പ്രിയമുള്ളവരെ, വഹുവ ശഹ്റുൻ യുർഫഉ ഫീഹിൽ അഅ്മാലു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഉസാമത്തെ അത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. ശഅബാൻ മാസം നമ്മുടെ അമലുകൾ, ഒരു വർഷം ചെയ്ത അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണെന്ന് പറയുമ്പോൾ കരുതേണ്ടതില്ലേ എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കുക. തന്നെയുമല്ല, ഇത്തരം ഹദീസുകൾ വിശകലനം ചെയ്തുകൊണ്ട് സലഫുകളായ പണ്ഡിതന്മാർ ഇതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വളരെ വാചാലമായി വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു വിശദീകരണം ഈ സന്ദർഭത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ ദാസന്മാരുടെ അമലുകൾ അള്ളാഹുവിലേക്ക് എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നു, എല്ലാ ആഴ്ചകളിലും ഉയർത്തപ്പെടുന്നു. ആഴ്ചകളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉയർത്തപ്പെടുന്നു. വർഷത്തിൽ ശഅബാൻ മാസത്തിൽ ഉയർത്തപ്പെടുന്നു. ഒന്നിനു ശേഷം മറ്റൊന്ന് എന്നുള്ള നിലയിൽ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഓരോ സന്ദർഭത്തിലും അത് പ്രദർശിപ്പിക്കുന്നതിൽ ഓരോ ഹിക്മത്തുണ്ട്, ഓരോ യുക്തിയുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നാം ചിന്തിക്കേണ്ടത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതിന് പ്രാമുഖ്യം നൽകുക.
നമുക്ക് കാണാൻ കഴിയും, പൂർവികന്മാരായ ചില ആളുകൾ റമളാനു വേണ്ടി ഒരുങ്ങുകയും ഈ ശഅബാൻ മാസത്തിൽ അതിന്റെ ശ്രേഷ്ഠത ഒട്ടും ചോർന്നു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്ന്. അതൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ അവർക്കിതിലുള്ള താല്പര്യത്തിന്റെ അങ്ങേയറ്റമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ട്, അംർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശഅബാൻ മാസമായാൽ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയിടുമായിരുന്നു എന്നാണ്. റമളാനിലല്ല, ശഅബാനിൽ തന്നെ പൂട്ടിയിടുമായിരുന്നു. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാന് മുമ്പ് തന്നെ തന്റെ സ്വന്തം മനസ്സിനെയും ശരീരത്തെയും സംസ്കരിക്കാനും നന്നാക്കിയെടുക്കാനും ശ്രമിക്കുന്നവർക്ക് സർവമംഗളങ്ങളും എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചര്യ ജീവിതത്തിൽ പകർത്താനല്ല പറയുന്നത്, മറിച്ച് ഈ മാസത്തെക്കുറിച്ചുള്ള അവരുടെയൊക്കെ കാഴ്ചപ്പാടും അതിനോടുണ്ടായിരുന്ന അവരുടെയൊക്കെ മനോഗതവും എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബുൽ ഹംബലി ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് നമുക്ക് കാണാം, ശഅബാൻ മാസം കൽ മുഖദ്ദിമത്തി റമളാൻ, റമളാന്റെ മുഖവുര പോലെയാണ്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, റമളാന്റെ മുഖവുര പോലെയാണ്. ശുരിഅ ഫീഹി മിൻ റമളാന മിനസ് സിയാമി വഖിറാഅത്തിൽ ഖുർആൻ, റമളാൻ മാസത്തിൽ അല്ലാഹു നോമ്പും ഖുർആൻ പാരായണവും നിയമമായി നിശ്ചയിച്ചു. എന്തിനാണത്? ശഅബാൻ മാസത്തിലും ആ രൂപത്തിൽ അത് അനുഷ്ഠിക്കാനുള്ള പ്രചോദനം നൽകി. എന്തിനാണത്? റമളാൻ മാസത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിനേക്കുള്ള താഅത്ത്, അവനോടുള്ള അനുസരണവും അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിനുള്ള മാനസികമായ സമർപ്പണവും ഒക്കെ റമളാനിലൂടെ ഉണ്ടാക്കിയെടുത്ത്, ശഅബാനിലൂടെ ഉണ്ടാക്കിയെടുത്ത് റമളാനിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അങ്ങനെയുള്ള മാസമായിട്ടാണ് ശഅബാൻ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ നോമ്പ് പ്രബലമായ സുന്നത്തെന്നോ അല്ലെങ്കിൽ ഫർളെന്നോ ഒന്നും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല. പ്രവാചകൻ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ശഅബാനിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ചെയ്യാം എന്ന് മാത്രം. അത് ഈ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൽക്കർമ്മമാണല്ലോ നോമ്പ്. ആ നിലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകൻ ശഅബാൻ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാം. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടൊന്നുമില്ല, ഇടയ്ക്കിടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ മാസത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട് ഈ ശഅബാൻ കടന്നു വരുമ്പോൾ. അതിലൊന്ന്, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം എന്നുള്ള ചിന്ത തന്നെയാണ്. ആ കർമ്മങ്ങൾ നല്ലതായിരിക്കാൻ പരിശ്രമിക്കുക. രണ്ടാമത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള മാസമാണ് റമളാൻ കഴിഞ്ഞാൽ എന്ന് കാണാൻ കഴിയുന്നു. അതാണ് രണ്ടാമത്. മൂന്നാമത്, ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസം എന്നീ മാസത്തെക്കുറിച്ച് റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം, ശഹറുൻ യഗ്ഫുലുൻ നാസു ഫീഹിന, ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസം. റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള മാസം. സ്വാഭാവികമായിട്ടും റമളാൻ മാസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം റമളാനിൽ നന്നാക്കാം എന്നുള്ള മനോഭാവത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമോ ഒക്കെ നമ്മൾ എത്തിപ്പെടുന്ന നാളുകളായിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഏത് രൂപത്തിൽ ഇതിനെ നാം സ്വീകരിക്കണമെന്ന് ഓർക്കുക. അതാണ് ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ് എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത്. നാലാമത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, റമളാൻ മാസത്തിൽ കഴിഞ്ഞ റമളാനിലൊക്കെ രോഗിയായത് നിമിത്തമോ സ്ത്രീകൾക്ക് അവർക്ക് നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത സമയമായിരുന്നത് കൊണ്ടോ ഒക്കെ നോമ്പ് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ആ നോമ്പ് അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് നോറ്റ് വീട്ടുക. അതിനുള്ള ദിവസങ്ങളാണ് ഈ ശഅബാനിലെ ദിവസങ്ങൾ എന്ന് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എനിക്ക് റമളാനിലെ നോമ്പ് ബാധ്യതയായി ഉണ്ടാകുമായിരുന്നു, എന്നിട്ടോ ഫമാ അസ്തതിഉ അൻ അഖ്ളിയ ഇല്ലാ ഫീ ശഅബാൻ,
ഷഅബാൻ മാസത്തിലാണ് എനിക്കത് നോറ്റ് വീട്ടാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും നോറ്റ് വീട്ടിയവർ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. രോഗനിമിത്തം നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല, മാറാരോഗമായതുകൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയാത്തവർക്ക് അന്ന് തന്നെ ഒരു ഫിദിയ കൊടുത്തിട്ടുണ്ടാവും. ഫിദിയ കൊടുക്കണമല്ലോ, അല്ലാതെ രക്ഷയില്ല. ഫിദിയ കൊടുക്കാതെ നോമ്പും പിടിക്കാതെ പിന്നെ എന്താണ് ജീവിതം, ഇസ്ലാമിന്റെ ജീവിതം? അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ നമുക്ക്? റമദാൻ മാസത്തിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കാൻ അന്ന് ഏതെങ്കിലും കാരണവശാൽ കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് നോറ്റ് വീട്ടണം. അതാണ് അതിന്റെ നിയമം. ഇനി നോറ്റ് വീട്ടാൻ കഴിയുന്നില്ല, ഒരാൾ ഇതുവരെ നോറ്റ് വീട്ടിയില്ല, കഴിവുണ്ട്, എന്നാൽ അത് നോറ്റ് വീട്ടാനുള്ള സമയങ്ങളാണ്, ദിവസങ്ങളാണ് ഇതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയം റമദാനിലെ നോമ്പ് കാലത്ത് മാറാരോഗിയായി ഇനി അത് നോറ്റ് വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലായി, അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഓരോ ദിവസവും കണക്കാക്കി ഫിദിയ കൊടുക്കേണ്ടതാണ്. അതാണ് അതിന് പ്രായശ്ചിത്തം, പരിഹാരം. അതും കൂടി ചെയ്യാതിരുന്നാൽ ഒന്നും പറയാനില്ല അത്തരക്കാരെ കുറിച്ച്. അതുകൊണ്ട് ആർക്കെങ്കിലും നോമ്പ് കടമായി ഖളാആയി റമദാനിലെ നോമ്പ് കിടക്കുന്നു എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് നോറ്റ് വീട്ടാൻ ശ്രമിക്കുക. അതാണ് നാലാമത് പറയാനുള്ള കാര്യം. അഞ്ചാമത്, പരിശുദ്ധ റമദാനിലേക്ക് ഉള്ള ഒരു മുഖവുരയാണ്, ഒരു കവാടമാണ് ഷഅബാൻ മാസം. കാരണം റമദാനിലേക്ക് കൂടുതൽ ഒരുങ്ങാനുള്ള, റമദാനെ കുറിച്ച് കൂടുതൽ അവബോധത്തോടെ നീങ്ങാനുള്ള അവസരം മാനസികമായും ശാരീരികമായും ഉണ്ടാക്കിയെടുക്കാനുള്ള സമയവും കൂടിയാണ് ഷഅബാൻ എന്ന് തിരിച്ചറിയുക. ഈ 4-5 കാര്യങ്ങൾ ഈ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസികളും വിശ്വാസിനികളുമായി ഉത്തരവാദിത്വ ബോധത്തോടെ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അവൻ തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇത്രയേറെ ശ്രേഷ്ഠതകളുള്ള പരിശുദ്ധ റമദാനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഷഅബാൻ മാസത്തിലെ ഓരോ ദിവസവും ശ്രേഷ്ഠതയുള്ളതാണ്. അതിലെന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ പുണ്യം നേടാനും നന്മകൾ വാരിക്കൂട്ടാനും നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ഈ മാസം, ആ മാസത്തിന്റെ എല്ലാ പുണ്യങ്ങളും കൂടി ഒരൊറ്റ ദിവസം ആക്കി മാറ്റി ബാക്കിയുള്ള ദിവസം ഒരു നന്മയും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഷഅബാൻ 15-ന്റെ ആഘോഷമാണ്. ഷഅബാൻ 15-ന്റെ ആഘോഷം ബറാഅത്തിന്റെ ആഘോഷം എന്നാണ് സാധാരണ പറയാറുള്ളത്. അന്ന് പകല് നോമ്പ് പിടിക്കലും രാത്രി പ്രത്യേക നമസ്കാരവും അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ. അങ്ങനെ ചെയ്യാത്തവരെ നോക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനിൽ പോലും നോമ്പ് പിടിക്കാത്ത, നിർബന്ധ നോമ്പ് പോലും പിടിക്കാത്ത, അതിനൊരുങ്ങാത്ത അറഫ നോമ്പോ ശവ്വാലിലെ 6 നോമ്പോ അല്ലെങ്കിൽ പിന്നെ തിങ്കൾ വ്യാഴം നോമ്പുകളോ അയ്യാമുൽ ബീദിന്റെ നോമ്പുകളോ ഇതൊന്നും അനുഷ്ഠിക്കാൻ യാതൊരു പാങ്ങും യാതൊരിതും കാണിക്കാത്ത ആളുകൾ പിന്നെ ബറാഅത്തിന്റെ നോമ്പ്, ഷഅബാൻ 15-ന്റെ നോമ്പ് പിടിക്കാത്തവരോട് വലിയ അലർജിയാണ്, ഭയങ്കര അലർജിയാ. ഇവരെന്താ ഈ നോമ്പ് പിടിക്കാത്തതെന്ന്? അങ്ങനെ ഒരു നോമ്പുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കും, ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഒരു സുന്നത്ത് നോമ്പില്ല എന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്കാർക്കുമില്ല. കാരണം നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചു നോക്കിക്കോളി. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ സാധാരണ എണ്ണിപ്പറയുന്ന സുന്നത്ത് നോമ്പുകൾ അനവധിയുണ്ട്. ആ സുന്നത്ത് നോമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് സിയാമുൽ നിസ്ഫി ഷഅബാൻ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെ കാരണം ഈ ഷഅബാൻ മാസത്തെ ഇത്ര ശ്രേഷ്ഠതയോടെ പഠിപ്പിച്ചു തന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരൊറ്റ ദിവസത്തിന് ഇങ്ങനെ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകി എന്തെങ്കിലും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ സുന്നത്തിലില്ല. പ്രവാചകന്റെ സുന്നത്തിലില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അത് പ്രതിഫലാർഹമല്ല. അതാണ് കാരണം. അപ്പൊ അങ്ങനെ ഒരു നോമ്പ് ഇല്ല. അതാണ് ഒറ്റ ദിവസം ചുരുക്കി എന്ന് ഞാൻ പറഞ്ഞത്.
അതുമല്ല ഇനി പറയും ഹദീസുകളുണ്ടല്ലോ, ശരിയാണ്. 4 ഹദീസുകൾ ഈ നിസ്ഫു ഷഅബാനിൽ നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ചും രാത്രിയിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന നമുക്ക് അതൊന്നും കാണാതിരിക്കുന്നില്ല നമ്മളാരും. പക്ഷേ ഹദീസ് സ്വീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ഹദീസ് സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ 4 ഹദീസുകളും അതിൽ ഏതെങ്കിലും 1-2 മൗദൂ ആണെന്നാണ് മുഹദ്ദിസുകൾ പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല, മുഹദ്ദിസുകൾ പറഞ്ഞതാണ്. മൗദൂ എന്ന് വെച്ചാൽ നിർമ്മിതമായ ഹദീസാണെന്നാണ്. മൗദൂ ആയ ഹദീസ് കൊണ്ട് കർമ്മം ചെയ്യേണ്ടതില്ല. 1. 2, ഇനി ഏതെങ്കിലും ഹദീസുകൾ മൗദൂ അല്ലെങ്കിൽ അത് സഹീഹാണ് എന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടില്ല. സഹീഹായ ഹദീസ് കൊണ്ട് മാത്രമേ അമൽ ചെയ്യാൻ പാടുള്ളൂ. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബീന, ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്നാ. അപ്പൊ അതനുസരിച്ചും നിർവാഹമില്ല. ഇനി ഈ രൂപത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഷാഫി മദ്ഹബിലെ തർജീഹിന്റെ മുജ്തഹിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്റെ സ്വന്തം വാചകമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറയുന്നവരുടെ അഭിപ്രായമല്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? കാരണം ഈ ബറാത്തിന്റെ അന്ന് രാത്രിയിൽ അഥവാ ഷഅബാൻ 15ന്റെ രാത്രിയിൽ 100 റക്അത്ത് നമസ്കാരമുണ്ടത്രേ. അല്ലാഹു അലം, 100 റക്അത്ത് നമസ്കാരം. ഓരോ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതണമെന്ന അപ്രായോഗികമായ ഒരു കാര്യം മതം പഠിപ്പിക്കുവോ? 100 റക്അത്ത് നമസ്കാരം, അതിൽ ഓരോ റക്അത്തിലും 10 സൂറത്തുൽ ഇഖ്ലാസ് വീതം, ഓരോ റക്അത്തിലും 10 തവണ. അപ്പൊ 100 ആവുമ്പോ എത്രയായി? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരാൾക്ക് ഒരു രാത്രിയിൽ എങ്ങനെ നിസ്കരിച്ച് തീർക്കാൻ കഴിയുക? ഇതിന് ഭയങ്കര പ്രാമുഖ്യം. ഒന്ന് വെളുപ്പിൽ എണീറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാലോ ഉറക്കമാണ്, ആർക്കും സമയമില്ല, നേരമില്ല. ഇശാക്ക് ശേഷം 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്നു പറഞ്ഞാലോ നമുക്ക് നേരമില്ല. ഇത് വന്നാലോ അത് നമുക്ക് നേരമുണ്ട്. അപ്പം സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് പാങ്ങില്ല, നേരമില്ല, സൗകര്യമില്ല. വിദഅത്തുകളാണെങ്കിലോ വാരി പുണരും, പ്രതിഫലം കിട്ടണ്ടേ നമുക്ക്. അതാണ്. ഇനി ഇതിനെക്കുറിച്ച് ഇമാം നബവി പറഞ്ഞ ഉദ്ധരണി ഇത്രയുള്ളൂ. അദ്ദേഹം പറയുന്നത്, പിന്നെ സലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ഒരു നമസ്കാരമുണ്ട് അത്രേ. എന്താണ് സലാത്തുർ റഗായിബ്? ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്നാണ് അതിന്റെ മലയാളം. ആ നമസ്കാരം നിർവഹിക്കുന്നത് 12 റക്അത്താണ്. അതെന്താണെന്നറിയോ? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആണ് ഈ 12 റക്അത്ത് നമസ്കരിക്കുക. അങ്ങനെയുള്ള ഈ 12 റക്അത്ത് നമസ്കാരവും ഷഅബാൻ 15ലെ 100 റക്അത്ത് നമസ്കാരവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വഹാത്താനി സലാത്താനി ബിദ്അത്താനി മുൻകറത്താനി. ഞാൻ പറഞ്ഞതല്ല, ഇമാം നവവിയ പറഞ്ഞത്. ഇമാം നവവിയെ തള്ളാൻ ഷാഫി മദ്ഹബിന് കഴിയില്ല. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത് എന്ത്? ഈ 2 നമസ്കാരവും, നിസ്ഫു ഷഅബാനിലെ 100 റക്അത്ത് നമസ്കാരവും അതുപോലെ തന്നെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം, സലാത്തുർ റഗായിബ് എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരവും ബിദ്അത്താനി, ബിദ്അത്താണ്, മുൻകറത്താനി, പിന്നെ വെറുക്കപ്പെടുന്ന ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശൈലി വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം അഭിപ്രായമല്ല. അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ അകന്നു നിൽക്കുകയല്ലേ വേണ്ടത്? സുന്നത്ത് പുൽകുകയല്ലേ വേണ്ടത്? അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു ഷഅബാൻ മാസത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ നേരിടണം. ആ രൂപത്തിൽ മാത്രം ചെയ്യുക. പിന്നെ ഈ ഷഅബാൻ 15ന് നിസ്ഫു ഷഅബാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ടാണ് അതിന് ആ ബറാഅത്ത് രാവ് എന്നുള്ള പേര് വരുന്നത്. അന്ന് നോമ്പ് പിടിക്കുന്നതിന് എന്താ എന്നൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിന് ഒരർത്ഥമില്ല. എന്താ കാരണമെന്നറിയോ? ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിലാണെന്ന് പച്ചക്ക് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസത്തിലാണ്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിക്കാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി സൂറത്തു ദുഖാനിലെ ആദ്യത്തെ വചനമുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ആ ലൈലത്തുൽ മുബാറക് മീൻസ് ലൈലത്തുൽ ഖദർ. അത് റമദാനിലാണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണാവോ ഇത്? നമ്മൾ ചിന്തിക്കുന്നില്ല, കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ഒഴുകുന്ന ഓളത്തിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമില്ല.
ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള അമലുകൾക്ക് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ ധന്യമായ മാസത്തിൽ റമദാന്റെ മുന്നറിയിപ്പായി, കവാടമായി, അതിന്റെ മുഖവുരയായി കടന്നു വരുന്ന ഈ ശഅബാൻ മാസം, കടന്നു വന്നിട്ടുള്ള ഈ ശഅബാൻ മാസം കഴിയുന്നത്ര വ്രതമനുഷ്ഠിച്ചും ഖുർആൻ പാരായണം ചെയ്തും നന്മകൾ ചെയ്തും ഒക്കെ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുക. അതിന് പ്രത്യേക രാത്രിയോ പ്രത്യേക ദിവസമോ ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹരാകുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് വിരുദ്ധമായി ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാറാ രോഗങ്ങൾക്ക് വിധേയരായി, കഠിനമായ രോഗങ്ങൾക്ക് വിധേയരായി, ശയ്യാവലംബികളായി കഴിച്ചുകൂട്ടുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ വേദനകൾ ലഘൂകരിച്ചു കൊടുക്കുകയും പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. തീഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.